Hello, this is Dr. Aditi Joshi, Consultant Pulmonology, Caritas Hospital and Caritas Mata Hospital. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതാണ് COPD. അപ്പോൾ COPD ആണ് ലങ്സിലെ മെയിൻ ആയിട്ട് ബ്രീതിങ് ട്യൂബ്സ്, നമ്മുടെ ശ്വാസക്കുറക്ക് ഇൻവോൾവ്മെൻ്റ് ആയിട്ടൊരു ഡിസീസ് ഉണ്ട്. മോസ്റ്റ് കോമൺ കോസസ് ആണ് സ്മോക്കിംഗ്, എയർ പൊല്യൂഷൻ, സർട്ടൻ ഓക്യുപ്പേഷൻസ് ആയിട്ട് ഡസ്റ്റ് എക്സ്പോജർ, കെമിക്കൽ എക്സ്പോജർ, പിന്നെ ലാസ്റ്റ്ലി ഒരു ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി ആണ് ഒരു ജനറ്റിക് ഡിസോർഡർ. സിംറ്റംസ് ആയിട്ട് മെയിൻ ആണ് ശ്വാസമുട്ടൽ, ക്രോണിക് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ചുമ, റീക്കറൻ്റ് ആയിട്ട് ക്രോണിക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാം, പിന്നെ ഒരു ജനറലൈസ് ഫട്ടീഗബിലിറ്റി, വീക്ക്നെസ്. അപ്പോൾ ഡയഗ്നോസിസ് മെയിൻ ആയിട്ട് സിംറ്റംസ് ആയിട്ടാണ്. പേഷ്യൻറ്റ്ക്ക് ഒരു സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ട്, സിംറ്റം ഉണ്ട്, നമ്മളൊരു എക്സ്റേ ചെയ്യാം. പിന്നെ ലങ് കപ്പാസിറ്റി, PFT, സ്പൈറോമെട്രി ടെസ്റ്റ് ഉണ്ട്, അതിൽ ലങ് കപ്പാസിറ്റി നോക്കാം. ട്രീറ്റ്മെൻറ്റ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഇൻഹേലേഴ്സ് മെയിൻലി ഒരു ലങ് കപ്പാസിറ്റി എങ്ങനെയുണ്ട് അതനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. സെക്കൻഡ്ലി പ്രിവെൻഷനാണ്, വാക്സിൻസ് പേഷ്യൻസ്ക്ക് കൊടുക്കാം, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാം. ലാസ്റ്റ്ലി ചില സീരിയസ് പേഷ്യൻസിൽ നമ്മൾ വീട്ടിൽ ഓപ്ഷൻ പിന്നെ ബൈപാപ്പ് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു പൾമനോളജിസ്റ്റിൽ കാണിക്കും.